ഹായ്, ഇതെന്താണെന്നറിയോ? ഞാൻ ഇത് പയറ് പുഴുങ്ങി വെച്ചേക്കുന്നത് മോദകം ഉണ്ടാക്കാനായിട്ടാ. എൻ്റെ വേറൊരു പേരുണ്ട് സുഗിയൻ. ഞാൻ ഈ മോദകം എന്നുള്ള പേര് ഞാൻ ഇപ്പോഴും വിട്ടുപോകും. അപ്പം നമ്മളിവിടെയൊക്കെ മോദകം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. സംഭവം ഉണ്ടാക്കാനൊക്കെ പറ്റും. ഞാൻ അതിന് വേണ്ടി ആദ്യമേ ഞാൻ പയർ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശർക്കര എടുത്ത് ഒന്ന് ഉരുക്കി അതിലോട്ട് ഈ പയറിട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത്. നെയ്യ് എല്ലാവരും ചേർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചേർത്തു. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മുടെ മാവ് തയ്യാറാക്കി. നമ്മൾ മൈദാ മാവിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മുടെ വാഴക്കയപ്പത്തിൻ്റെ അതിന് കലക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കട്ടിക്ക് കലക്കി കേട്ടോ. എന്നിട്ട് പിന്നീട് ഞാൻ ഓർമ്മിച്ചത് അരിപ്പൊടി ഇട്ടില്ലായിരുന്നു. ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ബാറ്റർ ഞാൻ കലക്കി വെച്ച് കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ പയറില്ലേ, പയർ ഒന്ന് ഉരുട്ടി ആ മാവിലോട്ട് മുക്കിയെടുത്ത് പൊരിച്ചെടുത്തു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് റെഡിയാവും. ഇത്ര ഈസിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് കടയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര പാടായിരിക്കും, പക്ഷേ ഇല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര വരുന്നില്ലെങ്കിലും ഒരു 95% റെഡിയായി. ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് ഞാൻ മധുരം ഇട്ടില്ല. ഇതിൽ ഇച്ചിരി മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ ചായക്ക് മധുരം ഇട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയും പറഞ്ഞു കൊള്ളായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിയായി ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.